ഡോക്ടർ മാത്യു കുഴനാടൻ എം എൽ എ ടെലിഫോൺ ലൈനുണ്ട്. ഡോക്ടർ മാത്യു കുഴനാടൻ എം എൽ എ, ഇപ്പോൾ ഈ SFIO നൽകിയ റിപ്പോർട്ടിലെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ എന്ത് സേവനത്തിന് പണം നൽകി എന്നുള്ളതായിരുന്നുവല്ലോ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ച ചോദ്യം. അതിനുള്ളൊരു ഉത്തരമാകുന്നുണ്ട് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ. ഡോക്ടർ മാത്യു കുഴനാടൻ. അല്ല, ഞാൻ സബ്ജക്ട് ടു കറക്ഷൻ, റിപ്പോർട്ട് ഫയൽ ചെയ്തതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ നടത്തിയ സബ്മിഷൻസിന്റെ ബേസിലാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ആ സബ്മിഷൻസിൽ എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ഇത്രയും കാലം ഡിസ്കസ് ചെയ്ത, ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന, ഇത്രയും നാൾ അന്വേഷിച്ച, ഇത്രയും ത്രെഡായി നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഫാക്ട് വീണ്ടും അടിവരയിടുന്നു എന്ന് മാത്രം കൂട്ടിയാൽ മതി. അതായത് എക്സാലോജിക് എന്ന കടലാസ് കമ്പനിക്ക് കോടാനുകോടി രൂപ നൽകിയ, ആ പേരിൽ കോടാനുകോടി രൂപ നൽകിയത് പിണറായി വിജയനും കുടുംബത്തിനുമാണ് എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതും ഒരു പ്രോമിനന്റ് നേതാവ്, പ്രോമിനന്റ് പേഴ്സൺ എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണെന്നും ആ റിപ്പോർട്ടിലുണ്ട്. അതേ കാര്യം തന്നെ SFIO ഇനിയിപ്പോ എത്ര ഏജൻസി അന്വേഷിച്ചാലും ഇത് തന്നെയാണ് കണ്ടെത്താൻ പോകുന്നത്. അതിന്റെ കാരണം ഇത് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് ആണ്. ഈ കാര്യം അംഗീകരിക്കാത്തതായി ആരും ഇല്ല. ഈ കാര്യം അംഗീകരിക്കാത്ത ബാക്കി ഇനിയുള്ളത് ആകെ CPM-ഉം പിണറായി വിജയന്റെ കുടുംബവും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഇതിന്റെ യാഥാർത്ഥ്യവും സത്യവും ബോധ്യപ്പെട്ടതാണ്. അനധികൃതമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് കോടാനുകോടി രൂപ പിണറായി വിജയൻ കുടുംബവും കൈക്കൂലി വാങ്ങി എന്നത് ഒരു എസ്റ്റാബ്ലിഷ് ഫാക്ടാണ്. പക്ഷെ അതിന്മേൽ ആക്ഷൻ ഉണ്ടാവുന്നില്ല എന്നതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. 8 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടിരുന്ന SFIO അന്വേഷണം ഇതുവരെയും പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകിയിട്ടില്ല. കേവലം 2 കമ്പനികൾ തമ്മിലുള്ള സ്ട്രെയിറ്റ് ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷനെ കുറിച്ച് അന്വേഷിക്കാൻ എന്തിനാണ് ഇത്രയും നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയെന്ന്. എന്നാൽ അത് സംബന്ധിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യാതെ വീണ്ടും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പിണറായി വിജയന്റെ രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഇത് ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ട ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ശരി, നന്ദി ഡോക്ടർ മാത്യു കുഴനാടൻ MLA ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചതിന്.